സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ രാത്രിയിൽ മഹിമപ്പെടട്ടെ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാനും നിങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാനുമൊക്കെ ദൈവം എനിക്കും കൃപ തന്നു. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക സന്ദേശം പകർന്നു തരുവാനും കർത്താവ് വീണ്ടും എന്നെ ബലപ്പെടുത്തിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം എനിക്ക് വേണ്ടിയും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ നടന്ന മീറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ ശക്തമായ സൗഖ്യങ്ങൾ നടക്കുന്നതായി കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു എന്ന് പറഞ്ഞു. മീറ്റിങ്ങിൻ്റെ എൻഡിൽ വീണ്ടും ഞാൻ ആ പ്രോഫസി ഡിക്ലെയർ ചെയ്തു. അനുഭവമുള്ളവർ നമ്പറിൽ വിളിച്ചറിയിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എവിഡൻറ്റിക്കലായിട്ടുള്ള ഹീലിങ്സ് പല വീടുകളിൽ പലർക്കായിട്ട് നടന്നത് അവരൊക്കെ വിളിച്ചു പറഞ്ഞു. അവരുടെ ഒന്നും സന്ദേശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ സമയക്കുറവ് കൊണ്ട് നിവർത്തിയില്ല. അതുപോലെ തന്നെ അതൊക്കെ അവരുടെ പല സമയങ്ങളിലും ഫോൺ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ ആവർത്തിച്ച് ഫോൺ എടുക്കാതിരുന്നിട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എടുത്തിട്ട് ഞാൻ മീറ്റിങ്ങിലാണെന്ന് തിരക്കിലാണെന്ന് പറയാൻ ഫോൺ എടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഫോൺ കട്ട് ചെയ്യൽ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. വേഗത്തിൽ വിളിച്ച് പാസ്റ്റർ ഇങ്ങനൊരിത് പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചേക്കാം. എനിക്ക് അന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മേലൊരു ഭയങ്കര ചൂടിറങ്ങി, എൻ്റെ മേലൊരു ഭയങ്കര തണുപ്പ് പോലെ വന്നു. എൻ്റെ ആ ഭാഗത്ത് എന്തോ ഒരു മരവിപ്പ് പോലെ തോന്നി. സ്പോട്ടിൽ തന്നെ ഡെലിവറൻസ് നടന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവകൃപയാൽ ദൈവം തൊട്ട ദൈവമക്കൾ വിളിച്ച് അവരുടെ സാക്ഷ്യങ്ങൾ അറിയിച്ചു. ഞാനത് പറഞ്ഞതിൻ്റെ സാരം വേറെ ഒന്നുമല്ല, ദൈവത്തിന് ഇന്നും അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരണമെന്നോ നിങ്ങളുടെ ശിരസിൽ കൈവെക്കണമെന്നോ നിങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പറയണമെന്നോ ഒന്നും നിർബന്ധമില്ല. വചനം അതിൻ്റെ പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇന്നും ചെയ്യുന്നു. അന്നും ചെയ്തത് ദൈവത്തിൻ്റെ വചനമാണ്. അതിന് ദൈവം അപ്പോസ്തലന്മാരെ ആ വചനം ഏൽപ്പിച്ചയച്ചു, ആ വചനവും ശക്തിയും ഏൽപ്പിച്ച് അയച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പ്രവർത്തിച്ചത് അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തലന്മാരെ അയച്ച ദൈവമാണ്. ഇന്നും ഞാൻ പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്കും ഒരു അനുഭവം ദൈവത്തിങ്കൽ നിന്നുണ്ടാകും. വിശ്വസിക്കുകയാണെങ്കിൽ ഒരനുഭവം ഉണ്ടാകും. ഈ കൂട്ടായ്മയുടെ പിന്നിലത്തെ പ്രേരക ശക്തി തന്നെ ആ ദൈവത്തിൻ്റെ നാമമാണ്, അല്ലാതെ ഒന്നുമല്ല. ഈ കൂട്ടായ്മ ഈ 3 വർഷം കൊണ്ട് നിൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഈ പ്ലാറ്റ്ഫോം പിടിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നതും ഈ വചനമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനകത്ത് നിൽക്കുന്ന സാന്നിധ്യം ഓരോ ദിവസവും എൻ്റെ ഉള്ളത്തിൽ അതിൻ്റെ ബോധ്യം വരുമ്പോഴാണ് ദൈവം ഉള്ളിൽ തരുന്ന ചിന്തകൾ നിങ്ങളോട് കൈമാറുന്നത്. സൗഖ്യം നടക്കും, ഇന്നത് നടക്കും, ഇത് സംഭവിക്കും. അത് കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ദൈവം അത് ചെയ്യുന്നു. ആ ദൈവശബ്ദം വിശ്വസിക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് അത് അവരുടെ മേൽ സംഭവിക്കുന്നു. അല്ലാതെ മറ്റൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ, അല്ലാതെ വേറൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. ഒരു വ്യക്തിയുടെയും നാമമല്ല അതിൻ്റെ പിന്നിൽ ഉയരുന്നത്, ഒരു വ്യക്തിയുടെയും വാക്കുകളും അല്ല അതിൻ്റെ പിന്നിൽ ഉയരുന്നത്. ആ വാക്ക് പറയിച്ച കർത്താവിൻ്റെ നാമമാണ് അതിൻ്റെ നടുവിൽ ഉയരുന്നത്. ആ സാക്ഷ്യം പറഞ്ഞ ദൈവജനത്തെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപ് നമ്മളിതിനകത്ത് അവസരം കൊടുക്കുമായിരുന്നു അനുഭവങ്ങളുള്ളവർക്ക് സാക്ഷ്യം പറയാൻ. പക്ഷെ ഇപ്പോഴത്തെ സമയക്കുറവും
ഒക്കെ കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് അറിയിക്കുന്നു, ഓരോ ദിവസവും അറിയിക്കുന്നു. പക്ഷെ എല്ലാം ഒന്നും പറയാൻ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നില്ല. വളരെ നോട്ടീസബിളായിട്ടുള്ള കാര്യം മാത്രം ഇതുപോലെ പറയുന്നു എന്നേ ഉള്ളൂ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലിൽ അത്ഭുത സൗഖ്യം നടക്കുന്നു. ഇരുന്ന് കേൾക്കാൻ മേലാത്ത നട്ടെല്ലിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു, സൗഖ്യമാവുന്നു. ഇതെല്ലാം യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അക്ഷരീകമായ തെളിവാണ്. യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അക്ഷരീകമായ തെളിവാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒത്തിരി ലൗഡായിട്ട് പ്രസംഗിക്കേണ്ട, ഒത്തിരി ഫയർ ചെയ്ത് സംസാരിക്കേണ്ട. നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഇറങ്ങി പ്രവർത്തിക്കും. വചനത്തിനാണ് ശക്തിയുള്ളത്. ആ വചനത്തെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, അല്ലാതെ എൻ്റെ പേര് വിളിക്കുന്നോ എന്നോടായിട്ട് എന്തെങ്കിലും പറയുന്നോ എന്നുള്ളതല്ല. ഇതിനകത്ത് സംസാരിക്കുന്ന ദൈവവചനത്തെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആ ദൈവവചനം പ്രവർത്തിക്കും. അതിനപ്പുറമായി എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ലൈഫിൽ ആ ദൈവവചനം പ്രവർത്തിക്കും. ദൈവവചനം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്ക് കേട്ട് നിങ്ങൾ ആശ്വസിച്ചാൽ മറ്റൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആശ്വാസം പോവും. ദൈവത്തിങ്കൽ നിന്നും ദൈവവചനം വരുമ്പോൾ അത് നിങ്ങൾ പ്രാപിച്ചാൽ അതാരെന്തു പറഞ്ഞാലും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവവചനത്തിന് നിങ്ങൾ ഇടം കൊടുക്കുക, അതിന് നിങ്ങൾ ഉത്സാഹിക്കുക. നമുക്ക് ആ ദൈവ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഞാൻ പറയുന്നു, വീഡിയോയ്ക്കൊരു ലൈക്ക് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാർക്ക് എഴുതിയ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. 2 രാജാക്കന്മാർ 5-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും ഒന്നുകൂടെ ഒന്ന് കൈകളൊന്ന് ഉയർത്തി കാണിക്കുമ്പോൾ ഞാനൊന്ന് കാണട്ടെ. എല്ലാവർക്കും സന്തോഷമുണ്ടോന്ന്? പ്രൈസ് ടു ജീസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളതിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ അധികമായി സന്തോഷിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഏത് രാജ്യത്തിലിരുന്നാണ് കാണുന്നതെങ്കിലും, ഏതിടത്താണെങ്കിലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങും. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. അത് ഉറപ്പായ കാര്യമാണ്. 5-ാമത്തെ അധ്യായം നോക്കി. അരാം രാജാവ്, യൂട്യൂബിൽ കാണുന്ന ദൈവമക്കളെ പറ്റുമെങ്കിലൊന്ന് വചനം യൂട്യൂബിലൊന്ന് ലൈനിലൊന്ന് ഇട്ടേക്കണേ, അപ്പം എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ആരെയാണ് മഹാനും മാന്യനുമായി എണ്ണിയത്? നയമാനെ അരാം രാജാവ് മഹാനായി എണ്ണി. മഹാനായി എണ്ണിയ നയമാനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാം. ഒരു 3-4 നയമാന്മാർ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. എന്നാൽ ഈ നയമാൻ എന്ന് പറയുന്ന നയമാൻ ഒരു കുഷ്ഠരോഗിയായ നയമാനാണെന്നുള്ളത് ബൈബിൾ സൺഡേ ക്ലാസ് പഠിക്കുന്ന ദൈവമക്കൾക്ക്, കൊച്ചുമക്കൾക്ക് വരെ ആ കാര്യം അറിയാം. അപ്പം നയമാന്റെ അവസ്ഥ കുഷ്ഠം ബാധിച്ചൊരവസ്ഥയാണ്. പക്ഷെ രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. മഹാനായിരിക്കുമ്പോഴും മാന്യനായിരിക്കുമ്പോഴും, കഴിവുകളുള്ളപ്പോഴും, ഒരു രാജ്യത്തെ തന്നെ ജയിപ്പിക്കാൻ തക്കവണ്ണം യുദ്ധപ്രാവീണ്യമുള്ളപ്പോഴും, ഗായബലമുള്ളപ്പോഴും, ബുദ്ധിവൈഭവം ഉള്ളപ്പോഴും, മാന്യനെന്നെണ്ണുമ്പോഴും മഹാനെന്നെണ്ണുമ്പോഴും തൻ്റെ ജീവിതത്തിൽ തനിക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്നതും തനിക്ക് മാത്രം മനസ്സിലാകുന്നതും ആരോടും വിവരിച്ചാലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതും വാക്കുകൾക്കകത്ത് ഒതുക്കാൻ കഴിയാത്തതുമാകുന്ന
നീറുന്ന അനുഭവത്തിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് നയമാൻ. ലോകം അദ്ദേഹത്തെ പ്രൈസ് ചെയ്യുന്നു, രാജാവ് അദ്ദേഹത്തെ വാഴ്ത്തുന്നു, അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു, മാന്യൻ എന്ന് വിളിക്കുന്നു, ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്നു, കൊള്ളാം എന്ന് പറയുന്നു, അംഗീകരിക്കുന്നു. അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തുള്ള വ്യക്തിപരമായ വേദന, മാന്യൻ എന്ന് വിളിക്കുമ്പോഴും മാന്യതയുടെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വ്യക്തിപരമായ വേദന, കഴിവുള്ളവൻ എന്ന് പറയുമ്പോഴും ആ കഴിവുകളുടെ മഹത്വവും സന്തോഷവും അംഗീകാരവും ഒന്നും പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിപരമായ വേദന ഉള്ളത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു നയമാൻ. നയമാന്റെ അപ്പനും അമ്മയും നയമാനിട്ട പേര് വളരെ നല്ല പേരാണ്. നയമാൻ മീൻസ് ആനന്ദം, സന്തോഷം. എൻ്റെ വ്യക്തിപരമായ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന് ആ പേരിന്റെ സന്തോഷം, പേരിന്റെ അർത്ഥം എത്ര കാലം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റി? എത്ര നാൾ എൻ്റെ പേര് നയമാൻ എന്നാണെന്ന് സന്തോഷത്തോടെ ആ വ്യക്തിക്ക് പറയാൻ കഴിഞ്ഞു? ആ വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ വെളുത്ത മഞ്ഞ് കണങ്ങൾ പോലെ കുഷ്ഠം പൊങ്ങി 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 വരുന്നതിന് തൊട്ട് മുന്നേ വരെ പറയാൻ കഴിഞ്ഞു, എൻ്റെ പേര് നയമാൻ എന്നാണ്. ആ പേരിന്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നു എന്ന് അതിന് തൊട്ട് മുന്നേ വരെ പറയാൻ കഴിഞ്ഞു. പക്ഷേ വെളുത്ത മഞ്ഞ് കണങ്ങൾ പോലെ തൻ്റെ ശരീരത്തിൽ ഉയർന്നു പൊങ്ങിയ കുഷ്ഠത്തിന്റെ തടുപ്പുകൾ ആ പേരിന്റെ സന്തോഷം മായ്ച്ചു മറച്ചു കളഞ്ഞതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ വിവരണാതീതമായ വേദനകളും എന്തൊക്കെ സൗഭാഗ്യങ്ങളും എന്തൊക്കെ സന്തോഷങ്ങളും എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളും ലൈഫിൽ ഉണ്ടെങ്കിലും, സ്വന്തമെന്ന് പറയാനുണ്ടെങ്കിലും, എനിക്കുണ്ട് എന്ന് പറയാനുള്ളപ്പോഴും വ്യക്തിപരമായി നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നതും വ്യക്തിപരമായി നിങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതും വ്യക്തിപരമായി നിങ്ങൾക്ക് മാത്രം കൊണ്ടു നടക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു വല്ലാത്ത വ്രണം, പൊറുതി വരുമെന്നൊരു പ്രതീക്ഷയുമില്ലാത്ത വല്ലാത്ത വ്രണം, ഉടനെ കരിയും ഉടനെ ഉണങ്ങുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത വല്ലാത്ത വ്രണം, വല്ലാത്ത വേദന നിങ്ങൾ കൊണ്ടു നടക്കുന്നു എങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ആ വ്രണത്തിന്റെ മേലുള്ള സ്വർഗീയ തൈലം പൂശലാണ്. ഗ്ലോറി ടു ജീസസ്. നയമാനെ രാജാവ് അംഗീകരിച്ചു. നയമാനെ രാജാവിന്റെ പ്രജകളെല്ലാം അംഗീകരിച്ചു. നയമാനെ എല്ലാവരും ഓണർ ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമായ ഒരു മുഖ്യാസനമുണ്ട്, അദ്ദേഹത്തിന് മാത്രമായ ഒരു ക്യാബിനുണ്ട്, അദ്ദേഹത്തിന് മാത്രമായ ഒരു സീറ്റുണ്ട്, അദ്ദേഹത്തിനൊരു പൊസിഷനുണ്ട്, അദ്ദേഹത്തിനൊരു വിലയുണ്ട്. പക്ഷേ ഇതിനൊന്നും പ്രജകൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു, വ്യക്തികൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു. നയമാൻ എന്ന് പറയുമ്പോൾ സല്യൂട്ട് സാർ എന്ന് പറയുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു, എല്ലാം ചെയ്യുന്നെങ്കിലും അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിച്ചിരിക്കുന്ന ഈ കുഷ്ഠം അദ്ദേഹത്തെ ഭയപ്പെടുന്നില്ല. ഇതിനൊന്നും, ഈ കുഷ്ഠത്തിനും ഈ വേദനയ്ക്കും ഈ നീറുന്ന അനുഭവങ്ങൾക്കൊന്നും നയമാന്റെ പേരുമായി യാതൊരു ബന്ധവുമില്ല. നയമാൻ എന്ന വ്യക്തിയെ ഭയമില്ല. അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന, എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. നിശ്ചയമായിട്ടും അന്നത്തെ രീതി അനുസരിച്ച് പല നിബന്ധനകളും നിയന്ത്രണങ്ങളും നയമാൻ ഉണ്ടായിരുന്നിരിക്കണം. കാരണം നയമാന് കുഷ്ഠമാണ്. പല നിയന്ത്രണങ്ങളും പല നിയമങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കണം. എന്നാൽ പേരിന് കുറവില്ല, പണത്തിന് കുറവില്ല, സാലറി അക്കൗണ്ടിൽ വരാതിരിക്കുന്നില്ല, പ്രശസ്തി കുറയുന്നില്ല, രാജാവിന്റെ ഇഷ്ടനല്ലാതാകുന്നില്ല. പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അറിയില്ല, പുറപ്പാട് പുസ്തക പ്രകാരം പറയുമ്പോൾ, ആവർത്തന പുസ്തക പ്രകാരം പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നിരിക്കണം, ഉണ്ടാവണം, ഉണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോയി എന്ന് ഈ മനുഷ്യൻ തന്നെ ഉള്ളിൽ കരുതിയപ്പോൾ
എൻ്റെ അമ്മയും അപ്പനും എനിക്ക് നയമാൻ എന്ന് പേരിട്ടു. പേരിനും പേരിൻ്റെ പവറിനും പത്രാസിനും ഒന്നും ഒരു കുറവുമില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എൻ്റെ പേരും തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല എന്ന് അയാൾ സ്വന്തം ശയനഗൃഹത്തിലിരുന്ന് വേദനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ വേദന എൻ്റെ ദൈവം കണ്ടു. ആ വേദന എൻ്റെ ദൈവം കണ്ടു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയുന്നു, ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ വേദന എന്നോടുകൂടെ ഞാൻ തന്നെ അനുഭവിക്കാം എന്ന് കരുതി നിങ്ങളുടെ വ്യക്തിപരമായ നിമിഷങ്ങളിൽ പോലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആർക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇത്രയും വലിയ എടുത്തു മാറ്റിയാൽ മാറാത്ത ഭാരമൊക്കെ ആര് എന്നിൽ നിന്ന് ചുമന്നു മാറ്റും? അല്ലെങ്കിൽ ആർക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയും? എന്നെ ആർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ആർക്ക് എനിക്ക് വേണ്ടി ഇടപെടാൻ കഴിയും? ആർക്ക് എൻ്റെ ഈ വ്രണം പൊറുക്കാനുള്ള എണ്ണകൾ പലതുമുണ്ട്, തൈലം പലതുണ്ട്, മരുന്ന് പലതുണ്ട്, പച്ചില പലതുണ്ട്, പക്ഷേ വിധികൾ പലതുണ്ട്, ചികിത്സാ വിധികൾ പലതുണ്ട്. പക്ഷേ ഈ ഒരു രോഗം മറ്റേത് രോഗത്തെക്കാളും പ്രത്യേകതയുള്ളതും വിഷമകരവും നിയന്ത്രണ വിധേയവുമായ ഒരു രോഗവും നിയമങ്ങൾ ചുമത്തപ്പെടുന്ന ഒരു രോഗവുമാണ്. നിർബന്ധപൂർവം നിയമങ്ങൾ ചുമത്തപ്പെടുന്ന. പാളയത്തിന് പുറത്താണ് ഒരു കുഷ്ഠരോഗി. പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പാളയത്തിന് പുറത്താണ് ഒരു കുഷ്ഠരോഗി, കൂട്ടുകെട്ടിന് വെളിയിലാണ് ഒരു കുഷ്ഠരോഗി, വീടിന് പുറത്താണ് ഒരു കുഷ്ഠരോഗി. ഒരു സഭ കൂടുന്നിടത്ത് ഈ കുഷ്ഠരോഗികളെ കാണാൻ പാടില്ല, എതിരെ വരാൻ പാടില്ല, ദർശനം കാണാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണമില്ല. അവർക്ക് വേറെ വിദൂരത്തിൽ, കണ്ണെത്താത്ത ദൂരത്ത് ഓടി മറഞ്ഞോണം കുഷ്ഠരോഗി. ഈ വിധിയിൽ എണ്ണ പലതുണ്ടെങ്കിലും ചികിത്സാവിധി പലതുണ്ടെങ്കിലും നിയമങ്ങൾ പലതുണ്ടെങ്കിലും ഈ മുറിവ് പൊറിപ്പിക്കാനുള്ള എണ്ണ എനിക്ക് ആർ തയ്യാറാക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മനിറവിൽ പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന, നിങ്ങളുടെ മനോഭാവങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് പോലും കയറി വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്കുള്ള എണ്ണയുടെ പേര് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ പോലും വരാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സൗഖ്യത്തിനുള്ള വഴി പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ പോലും ഇല്ലാത്ത, നിങ്ങളൊരു കൺസിഡറേഷൻ പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു സാധാരണക്കാരന്റെ ശബ്ദത്തിലായിരിക്കും നിങ്ങൾക്കുള്ള മറുപടികൾ വെളിപ്പെട്ടു വരുന്നത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത്രയും വലിയ ഉന്നതനായിരിക്കുന്ന ഉന്നത സ്ഥാനീയന് സൗഖ്യത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു അടിമത്തം ചുമത്തിക്കൊണ്ടുവന്ന ഒരു ബാലികയാണ്. അടിമത്തം ചുമത്തിക്കൊണ്ടുവന്ന ഒരു ബാലികയാണ്. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാലികയാണ്. അതെ, ഇന്ന് നമ്മൾ ഒത്തിരി ഉന്നതന്മാരിൽ പ്രതീക്ഷ വെച്ചു, ഒത്തിരി സമ്പന്നന്മാരിൽ കണ്ണു നട്ടു, ഒത്തിരി നിയമങ്ങളിൽ ആശ്രയം വെച്ചു, ഒത്തിരി പ്രാർത്ഥനയിൽ നമ്മളങ്ങ് വല്ലാതെ അഹങ്കരിച്ചു. എന്നിട്ട് പോലും മറുപടി വരാത്ത ചില വിഷയങ്ങൾക്ക് ഒരു വാക്കുകൊണ്ടായിരിക്കാം മറുപടി വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് തന്നാ മതി. ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, വർഷം കുറയായി ഞങ്ങൾ ഉപവസിക്കുന്നു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് തന്നാ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുന്ന വിഷയത്തിൽ പോലും മറുപടികൾ വെളിപ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താങ്കൾ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, അടിമത്തം ചുമത്തിക്കൊണ്ടുവന്ന അടിമബാലിക നിന്റെ വീടിനകത്തിരിക്കുന്നത് അടിമയായിട്ടല്ല, ഉടമയെ കണ്ട യജമാന സ്ഥാനത്ത് നിന്റെ വിഷയത്തിന്റെ മറുപടിയുമായി ഇരിക്കുന്നു എന്നുള്ളത് നയമാനേ ഇനി അല്പം മുൻപോട്ട് പോകുമ്പോൾ നീ അറിയും. നമ്മളൊക്കെ വീടിനകത്ത് വില കൽപ്പിക്കാതിട്ടിരിക്കുന്ന, അടിമത്തം ചുമത്തിയിട്ടിരിക്കുന്ന, കഴിവില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ചിലർക്കായിരിക്കും ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്. നമ്മൾ വീട്ടിലൊക്കെ പരിഗണിക്കുക പോലും ചെയ്യാത്ത ചില ചെറിയ തുരുമ്പ് പോലത്തെ സാധനങ്ങളായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഒരു ആയുധമായി ഉപയോഗപ്പെടുന്നത്.
നമ്മളൊന്നും ഒട്ടും തന്നെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കയറ്റാൻ കൊള്ളുകയില്ല എന്ന് പറയുന്ന ഒരു സാധുവിലും സാധുവായ ഒരു വ്യക്തിയുടെ വാക്കും സന്ദേശവുമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുഷ്ഠത്തിന്മേൽ തൈലമായി വീഴുന്നത്. ഈ ലോകത്തിൽ നമ്മളൊക്കെ തൂത്തുകൂട്ടി കത്തിച്ചു കളയുന്ന കരിയിലയ്ക്ക് പോലും ദൈവം വിലയിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ തൂത്ത് അങ്ങ് അയ്യത്തേക്ക് വലിച്ചെറിയുന്ന സാധനങ്ങൾക്ക് പോലും ദൈവം വാല്യൂ ഇട്ടിട്ടുണ്ട്. അതിനൊരു പ്രോസസ്സും ദൈവം ഈ ഭൂമി കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തൂത്തുകൂട്ടി കട്ട് ചെയ്ത് പറമ്പിലേക്ക് വലിച്ചെറിയുന്ന പച്ചക്കറി വേസ്റ്റിനും ഈ ഭൂമിയിൽ ഒരു പ്രോസസ് ഉണ്ട്. അത് അഴുകി മണ്ണിലോട്ട് ചേർന്നിട്ട് അതിന്റെ മുകളിൽ കൊണ്ടൊരു മുളകും തൈ നട്ടാലുണ്ടല്ലോ, തമിഴ്നാട്ടിൽ പോലും കാണുകയല്ലേ ഇത്രയും വലിയ മുളക്. ചുമ്മാ പറഞ്ഞതാ, തമിഴ്നാട്ടിൽ കാണും, നമ്മുടെ വീട്ടിലും കാണും. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മളൊക്കെ ചീപ്പാ, സില്ലിയ, വലിയ കാര്യമൊന്നുമില്ല, വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലയില്ലാതെ കാണുന്ന, അതൊക്കെ ചീപ്പ് കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന പലതിനും ദൈവം കാണുന്ന മൂല്യം വളരെ വലുതാണ്. നിങ്ങളൊരു ആത്മീയ പൈതലാണെങ്കിൽ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ എല്ലാറ്റിനും വില കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാരെയും ബഹുമാനിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാവർക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ പഠിച്ചിരിക്കണം. എന്നാൽ ഇവിടെ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. പലരും നമ്മളെ മഹാനും മാന്യനും എന്നൊക്കെ എണ്ണുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്വകാര്യ ദുഃഖങ്ങൾ ചിലരെ അലട്ടാൻ സാധ്യതയുണ്ട്. മഹാനെന്നും മാന്യനുമെന്ന് എണ്ണിയവരോടൊന്നും നമുക്ക് വിവരിച്ചുകൂടാത്ത ചില സ്വകാര്യ ദുഃഖങ്ങൾ നമ്മെ അലട്ടാൻ സാധ്യതയുണ്ട്. നമുക്കും ദൈവത്തിന് മാത്രം അറിയാമെന്നുള്ള സ്വകാര്യ ദുഃഖങ്ങൾ. ഇന്ന് ആ അവസ്ഥയിലാണ് എന്നെ താങ്കൾ കേൾക്കുന്നതെങ്കിൽ, താങ്കൾക്ക് വേണ്ടി മാത്രമായി സ്വർഗത്തിൽ തയ്യാർ ചെയ്ത ഒരു ഔഷധം, ചികിത്സാ വിധി പ്രകാരം നിങ്ങളുടെ മേൽ സ്വർഗം പൂശാൻ പോവുകയാണ്. എന്നാൽ അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. വചനം നിങ്ങൾ കേട്ടോ. അവൻ പരാക്രമശാലിയാണ്, യുദ്ധതൽപരനാണ്, യുദ്ധം ചെയ്യാൻ പ്രാവീണ്യം നേടിയവനാണ്. എന്ത് തീരുമാനം എടുക്കണമെന്ന് വളരെ വേഗത്തിൽ നയപരമായി എടുക്കാൻ പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാണ്. വചനം പറയുന്നു എങ്കിലും. എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരവസ്ഥയുണ്ട്. എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട് എങ്കിലും പുള്ളിക്ക് ഒരു കുറവുണ്ട് എന്ന് നമ്മൾ പറയും. ഈ എങ്കിലും എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഇമേജ് കുറച്ച് കളയുന്നൊരു കാര്യം. ആ പുള്ളി നന്നായിട്ടൊക്കെ പാടും, എങ്കിലും എന്ന് പറഞ്ഞാൽ മേളത്തെ അത്ര പോരെന്നാ സാരം. ആദ്യം അവർ അംഗീകരിക്കുന്നു, രണ്ടാമത് അവർ അംഗീകാരത്തെ കുറയ്ക്കുന്നു. അതാണ് ആ എങ്കിലും എന്ന വാക്ക്. ആ പുള്ളി പാടും എങ്കിലും, ആള് നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി സ്കോർ ചെയ്തു എങ്കിലും, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എങ്കിലും ജോലി കിട്ടിയില്ല. കാണാനൊക്കെ കൊള്ളാം എങ്കിലും ഇതുവരെ ഒരു കൂട്ട് കിട്ടിയില്ല. സമ്പത്തൊക്കെ ഉണ്ട് എങ്കിലും ജീവിതം അത്ര സുഖകരമല്ല. ഈ എങ്കിലും എന്ന് പറയുന്ന വാക്ക്, അത് നമ്മുടെ ചെവി കൊണ്ട് കേട്ടാൽ നമുക്ക് വളരെ വേദന നൽകുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഇന്ന് രാത്രി കടന്നു പോകുന്നത്? നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരനാണ് എങ്കിലും ചില സ്വകാര്യ ദുഃഖങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നാട്ടിൽ എല്ലാവർക്കും സഹായിയാണ് നിങ്ങളെങ്കിലും ചില സ്വകാര്യ ദുഃഖങ്ങൾ നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതും ആരോടും പറയാൻ കഴിയാത്തതും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുമാകുന്ന സ്വകാര്യ ദുഃഖത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? നയമാനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. അവൻ പരാക്രമശാലിയാണ്, മഹാനാണ്, മാന്യനാണ്. നയമാൻ സന്തോഷം, ആനന്ദമുള്ളവനാണ്. പേരിനും കുറവില്ല, പദവിക്കും കുറവില്ല, അംഗീകാരങ്ങൾക്കും കുറവില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. ശരീരസുഖമില്ലാതെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ശരീരസുഖമില്ല, കംഫോർട്ട് ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇതൊന്നും ഇല്ലാതെ ഒത്തിരി ധനം ഉണ്ടായിട്ടും, എല്ലാവരും ഭയങ്കര ഹീറോ ആണെന്ന് പറഞ്ഞിട്ടും, എല്ലാവരും അംഗീകരിച്ചിട്ടും, എല്ലാവരുടെ കണ്ണിലുണ്ണിയാണെന്ന് പറഞ്ഞിട്ടും,
എന്താ കാര്യം? ജീവിതത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ, ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും വേദനയില്ലാത്ത ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ അന്നത്തെ ഉറക്കം സുഖകരമല്ലേ? അങ്ങനെ ഒന്നും ഉറങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചുവടെ ചേർത്ത ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് ഗുണം? ഹല്ലേലൂയ. അപ്പൊ നയമാന്റെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കുണ്ട് എന്നറിയാമെങ്കിലും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താത്ത ഒരവസരമുണ്ട്, ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങളുടെ വിചാരങ്ങളെ മാറ്റിവെക്കുന്ന ഒരു ദൈവത്തിന്റെ രീതിയുണ്ട്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിവെപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ രീതിയുണ്ട്. നിങ്ങളുടെ മുൻവിധികളെ തിരുത്തി വെക്കുന്ന ഒരു ദൈവത്തിന്റെ രീതിയുണ്ട്. ആ രീതിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. അരാമ്യർ വാക്യം ഇതായിരുന്നു: അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. രണ്ടാമത്തെ വാക്യം: അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. നിങ്ങളെ വാക്യം കേട്ടോ, ഒരു ചെറിയ പെൺകുട്ടി. തിരുവെഴുത്ത് പോലും അവൾക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. തിരുവെഴുത്ത് പോലും വലിയ പ്രൊഫറ്റ് ആണെന്ന് പറയുന്നില്ല. തിരുവെഴുത്ത് പോലും ഭയങ്കര ഹീലിംഗ് ക്രൂസൈഡ് നടത്തുന്ന വ്യക്തിയാണെന്ന് പറയുന്നില്ല. തിരുവെഴുത്ത് പോലും അഭിഷിക്ത, തീ, പന്തം എന്നൊന്നും പറയുന്നില്ല. തിരുവെഴുത്ത് പോലും ചെറിയ പെൺകുട്ടി. സുഹൃത്തെ, ചെറിയ കൂട്ടത്തിന്റെ അകത്തായിരിക്കാം താങ്കൾക്കുള്ള വിടുതൽ. ചെറിയ സന്ദേശങ്ങൾക്കകത്തായിരിക്കാം താങ്കൾക്കുള്ള കീ. ചെറിയ വ്യക്തികളുടെ അധരങ്ങളിലായിരിക്കാം നിങ്ങൾക്കുള്ള ആലോചന. ചെറിയ വ്യക്തികളുടെ ഭവനങ്ങൾക്കകത്തായിരിക്കാം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഉറക്കം. വലുത് തേടി പോകുന്നതിൽ തെറ്റില്ല, ചെറുതിനെ അവഗണിക്കരുത്. ഗ്ലോറി ടു ജീസസ്. കവർച്ചപ്പടയായി പിടിച്ചുകൊണ്ട് വന്നതിനകത്ത് ഒരു ചെറിയ ബാലികയുടെ കയ്യിലായിരുന്നു വലിയ നയമാന്റെ കുഷ്ഠമുണക്കാനുള്ള എണ്ണ ദൈവം നിറച്ചു വിട്ടിരുന്നത്. ആ എണ്ണ എവിടെയായിരുന്നു എന്നറിയാമോ? അവളുടെ ബാഗിനകത്തല്ല, അവളുടെ പോക്കറ്റിലല്ല, അവളുടെ ആത്മാവിനകത്ത് നിറച്ചിരുന്ന ബോധ്യങ്ങളും വിശ്വാസങ്ങളും അവളുടെ വാക്കുകൾക്കകത്തുമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തേ, പ്രിയപ്പെട്ട കുടുംബമേ, പ്രിയപ്പെട്ട സഹോദര, നീ ഒരു ചെറിയ വ്യക്തിയാണെങ്കിലും നീ ഒരു വലിയ വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ, ആരൊക്കെ അടിമപ്പെടുത്തിയാലും ആരുടെയൊക്കെ അടിമയായി ഇരുന്നാലും, ഒരു നാൾ, ഒരു ദിവസം, ഒരു നേരം നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിനകത്ത് നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും. Praise to Jesus. ഇസ്രായേൽ ദേശത്ത് നിന്ന് പിടിച്ചോണ്ട് വന്ന എല്ലാരെയും പോലെയാണ് ഈ ഒരു ചെറിയ പെൺകുട്ടി, ഈ ഒരു സാധുബാലിക എന്ന് കരുതി വീട്ടിലെ അടുക്കളപ്പണിക്ക് നിർത്തിയിരുന്നപ്പോ അവളുടെ അകത്ത് നിറച്ചിരുന്നതും അവൾ പ്രാപിച്ചിരുന്നതും ശമര്യ പോലൊരു സ്ഥലത്ത് വെച്ച്, ശമര്യ പോലൊരു സ്ഥലത്ത് വെച്ച് അവൾക്ക് ലഭിച്ച ഒരു വെളിപ്പാടിൽ നിന്നും ഉത്ഭവിച്ചതിനെയാണ് ഞാൻ അടിമയായി കൂട്ടി എൻ്റെ ദേശത്ത് കൊണ്ടുവന്ന് വീട്ടുവേലയ്ക്ക് അടിമയായി നിർത്തിയിരിക്കുന്നതെന്ന് ആ വീട്ടിൽ ഒരു വ്യക്തിയും അറിയാതെ ഇരുന്നിട്ടും എലീശ പ്രവാചകനെ പോലെ ഒരു ശക്തമായി ഉപയോഗിക്കുന്ന എലീശ പ്രവാചകനിലെ ശുശ്രൂഷയെ പോലും വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞവളാണ് ഈ ഒരു ചെറിയ പെൺകുട്ടി എന്ന് ആ വീട്ടിലുള്ള മഹാന്മാരും മാന്യന്മാരും അറിയാതെ ഇരുന്നപ്പോഴും ഒരു സാധുബാലികയാകുന്ന തിരുവെഴുത്ത് എടുത്തു പറയുന്ന ചെറിയ പെൺകുട്ടിയുടെ ഉള്ളത്തിൽ കത്തിയ തീയൊന്നും ആ വലിയ മന്നന്റെയും മാനവന്റെയും മഹാന്റെയും ബഹുമതിയുള്ളവരുടെയും ഹൃദയത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ സംഗതിയാണ്. പ്രിയപ്പെട്ട കുടുംബമേ, ഉന്നത കുലജാതീയരായിരിക്കുകയില്ല, സമ്പത്ത് കൊണ്ട് വലുതായിരിക്കുകയില്ല, നിങ്ങളോട് മത്സരിക്കുന്നവരോളം നിങ്ങളാരും ഭയങ്കര വലിയ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇസ്രായേലിൽ പല മൂത്ത് നരച്ചവർക്ക് പോലും ഇല്ലാതിരുന്ന വെളിപ്പാടാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ശമര്യ വരെ ഒന്ന് പോകാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സൗഖ്യം വരും. ശമര്യ വരെ ഒന്ന് പോകാന്നുണ്ടെങ്കിൽ സൗഖ്യം വരും.
യജമാനത്തിയെ, അമ്മാമേ, അച്ചാച്ചനെയും കൊണ്ട് ഇത്രയും ദൂരം ഒക്കെ ഫ്ലൈറ്റ് കയറിയും ട്രെയിൻ കയറിയും ബസ് കയറിയും ഒക്കെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പോയില്ലേ? ഞാനൊരു സ്ഥലം കാണിക്കാം, പറയാം, അംഗീകരിക്കാവോ? ഒന്ന് കൊണ്ടുപോകാവോ? അല്ല, യജമാനൻ ഒന്ന് പോകാവോ താനെ? നിങ്ങൾ മടങ്ങി വരുന്നത് ആള് മാറിയായിരിക്കും. ചെറിയ ബാലികയുടെ വായിൽ നിന്ന് വന്ന വലിയ സൗഖ്യത്തിന്റെ വാർത്തകൾ ആ മനുഷ്യൻ കേട്ടപ്പോ അംഗീകരിക്കാനുണ്ടായതിന്റെ പിന്നിലെ ചേതോ വികാരം വേറെ ഒന്നുമല്ല. ശരിക്കും നയമാൻ അതിനെ നിരസിക്കുകയാണ് വേണ്ടത്. പക്ഷേ പലതും ആവർത്തിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ട ഒരനുഭവം നയമാന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ജയാളിയാണ് എന്ന് രാജാവ് അംഗീകരിച്ചു, മഹാനാണെന്ന് രാജഗൃഹം അംഗീകരിച്ചു, ഉന്നതനാണെന്ന് ജനം അംഗീകരിച്ചു. പക്ഷേ നയമാന് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സത്യം ഇതാണ്: ഞാൻ ഇനി സൗഖ്യമാകും, എന്റെ അവസ്ഥയ്ക്ക് ഇനി ഭേദം വരും, എനിക്ക് നീറ്റലില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകും. കുഷ്ഠത്തിന്റെ നീറ്റൽ എന്ന് വെച്ചാൽ അസഹനീയമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ വ്രണത്തിന്റെ അവസ്ഥയെന്ന് വെച്ചാൽ കണ്ടു നീക്കാൻ കഴിയാത്തതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലത്തെ അവസ്ഥകളിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വന്ന വാക്ക് നയമാനെ പോലൊരാൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പലതും പയറ്റി തെളിഞ്ഞ പരാക്രമശാലിയായ നയമാൻ എല്ലാം പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശം ചെറുബാലികയുടെ വായിൽ നിന്ന് കേൾക്കുന്നത്. ഇന്ന് അതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേരെ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് കണ്ടിട്ടും മറുപടികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നടക്കാതെ, നിങ്ങളാൽ കഴിയുവോളമൊക്കെ നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്കൊന്നും പ്രാപിക്കാൻ കഴിയാതെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും നിങ്ങൾ വിശ്വസിച്ചിട്ടും ആമേൻ പറഞ്ഞിട്ടും നിങ്ങൾ ഉപവസിച്ചിട്ടും ഒന്നും തന്നെ പരാജയം മാത്രമല്ലാതെ മറ്റൊന്ന് കാണാൻ കഴിയാതെ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ആ അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മനിറവിൽ പറയുന്നു, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ഒരു ചെറിയവന്റെ വായിൽ നിന്നായിരിക്കാം. നിങ്ങൾ യാദർശികമായിട്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങൾ വളരെ യാദർശികമായിട്ടായിരിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി പൊരുതി, ഒത്തിരി പേരെ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ചെയ്യാവുന്നിടത്തോളം ചെയ്തു, പോകാവുന്നിടത്തോളം പോയി, ശ്രമിക്കാവുന്നിടത്തോളം ശ്രമിച്ചു, മുടക്കാവുന്നിടത്തോളം മുടക്കി. എന്നിട്ടൊന്നും ഒരു മറുപടിയും ലഭിക്കാത്തതിന്റെ നിരാശയും പേറിയാണ് നയമാന് തുല്യമായി സർവ സൗഭാഗ്യങ്ങളോടുകൂടെയും ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, എന്നാൽ നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ ദുഃഖമായി എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുവെങ്കിൽ, എല്ലാത്തിനും പരിഹാരം കിട്ടി കർത്താവേ, എന്നാൽ ഈ ഒരു വിഷയത്തിന് മാത്രം എനിക്ക് കിട്ടിയില്ല, എനിക്ക് സകല സൗഭാഗ്യവും ഉണ്ട്, എന്നാൽ ഈ ഒരു വിഷയത്തിൽ മാത്രം എനിക്കൊരു മറുപടിയില്ല എന്ന ഒരു പ്രാർത്ഥനയോടെയും നിരാശയോടെയും ഏങ്ങലോടെയും കൂടെ ഈ സന്ദേശം താങ്കൾ കേൾക്കുന്നുവെങ്കിൽ, ഈ സന്ദേശത്തിനകത്തുണ്ട് താങ്കൾക്കുള്ള മറുപടി. ഈ സന്ദേശത്തിനകത്തുണ്ട് താങ്കൾക്കുള്ള മറുപടി. ഒരു ചെറുബാലിക എത്ര വർഷമായി എന്നറിയില്ല പിടിച്ചോണ്ട് വന്നിട്ട്, പക്ഷേ ഇത്രയും കാലവും മറുപടി ചെറിയ ഒരളവിൽ അവൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഊഴിയവേല ചെയ്തുകൊണ്ട് നിന്നപ്പോഴൊന്നും അറിയാതെ ലോകത്തുള്ള സകല വൈദ്യന്മാരുടെ അരികിലും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച് ലഭിക്കാവുന്ന സകല മെഡിസിൻസും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ടും പൊറുതി വരാത്ത ഈ രോഗത്തെ മാറ്റാൻ ഇന്ന് തീയതി അടുത്തിരിക്കുകയാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ, ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ, ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചെന്നെങ്കിൽ,
അപ്പൊ ഒന്ന് ചെന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞ് അംഗീകരിക്കുന്ന അദ്ദേഹം അല്ല. എടാ നീ ഒന്ന് അവിടെ വരെ ഒന്ന് ചെന്നെങ്കിൽ എന്നൊരാൾ പറയണമെങ്കിൽ എടാ ഒന്ന് അവിടെ വരെ ചെന്നേടാ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളാണ്. അവിടെ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാലും ഹെഡ് വെയിറ്റ് കൊണ്ട് ചെയ്യാത്ത വ്യക്തിയാണ്. സ്വന്തം തീരുമാനങ്ങൾ വിട്ട് മറ്റൊരാൾക്ക് വില കൊടുക്കാത്ത വ്യക്തിയാണ്. അപ്പൊ യജമാനത്തിയോട് പറഞ്ഞതിന്റെ സാരം ഇങ്ങനെയാണ്: യജമാനൻ ഒന്ന് അവിടെ വരെ ചെന്നെങ്കിൽ. സഹോദര, നീ യേശുവിനെ ഒന്ന് അറിയേണ്ട പോലെ അറിഞ്ഞെങ്കിൽ, നീ ഈ ആത്മീയ സന്തോഷം ഒന്ന് അറിയേണ്ട പോലെ അറിഞ്ഞെങ്കിൽ, അറിയുകയും ചെയ്യാം, അറിയേണ്ട പോലെ അറിയുകയും ചെയ്യാം. രണ്ടും ഉണ്ട് കേട്ടോ. യേശു ഉണ്ടോ? യേശു ഉണ്ട്. എന്നാ നിങ്ങൾക്ക് യേശുവിന്റെ പാത പിന്തുടരാമോ? അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വളർന്നു വന്ന രീതി വേറെയാ, ഞങ്ങളുടെ വിശ്വാസം വേറെയാ. യേശുവൊക്കെ ഉണ്ട്, എല്ലാ ദൈവങ്ങളും ഒരുപോലെയൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ അതിനൊന്നിനും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കയറത്തില്ല കേട്ടോ. അങ്ങനത്തെ ടോപ്പിക്കിലോട്ടൊന്നും ഞാൻ സംസാരിക്കില്ല. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറയുന്നവരെ ഞാൻ വിമർശിക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. എന്നാൽ ഞാൻ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു പറഞ്ഞ പോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ഒറ്റ നാമമേ ഉള്ളൂ. അത് വചനം പറയുന്നു, അത് ഞാൻ പറയും. ഒറ്റ നാമമേ ഉള്ളൂ. അത് രക്ഷിക്കപ്പെടാനുള്ള നാമമാണ്. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള നാമമാണ്. അത് യേശുവിൻ്റെ നാമമാണ്. അപ്പോ ഇവിടെ ചെറുബാലിക, ചെറിയ പെൺകുട്ടി പറഞ്ഞത് ഒന്ന് ചെന്നെങ്കിൽ, നീ ഒന്ന് അറിയേണ്ട പോലെ ഒന്ന് അറിഞ്ഞാ മതി. അറിഞ്ഞാ പോരാ, അറിയേണ്ട പോലെ അറിയണം. ഭയങ്കര വ്യത്യാസമുണ്ട് ഈ അറിയലും അറിയേണ്ട പോലെ അറിയലും. സ്തോത്രം. അറിയലും അറിയേണ്ട പോലെ അറിയലും രണ്ടും രണ്ടാ. സ്തോത്രം. അപ്പോ ഈ ബാലിക പറഞ്ഞത് ഒന്ന് ചെന്നെങ്കിൽ. അപ്പൊ ഇപ്പോഴും ഈ മനുഷ്യൻ ഒത്തിരി എടുത്ത് ചെന്നു, ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് മരുന്നുകൾ ചെയ്തു, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. പക്ഷേ എത്തേണ്ടടുത്ത് ഇതുവരെ എത്തിയില്ല. അതാണ് സത്യം. ചെയ്തതിന് കയ്യും കണക്ക്, ചുരുക്കി പറഞ്ഞാൽ പോകേണ്ടടുത്തൊക്കെ പോയി മടുത്തു. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് മടുത്തു. അദ്ദേഹത്തിന് ചെയ്യാവുന്നിടത്തോളം ചെയ്ത് മടുത്തു. കാണാവുന്നവരെയൊക്കെ കണ്ടു മടുത്തു. ഇനി ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പോക്കോ അവിടുന്ന്, ഇനി മരിച്ചാലും ഞാൻ ഇനി ഈ പണിക്ക് ഇറങ്ങുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തി. പക്ഷെ ആളാരാ? മഹാൻ, മാന്യൻ, പരാക്രമശാലി. പേരിന്റെ അർത്ഥം എന്താ? ആനന്ദം. എന്നാൽ ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല. സ്തോത്രം. ഇന്ന് ആ അവസ്ഥയാണോ? അങ്ങനെ ഒരു അവസ്ഥയാണോ? മടുപ്പ് തുടങ്ങിയോ? ജീവിതത്തിൽ ക്ഷീണിച്ചു തുടങ്ങിയോ? വിശ്വാസത്തിൽ ക്ഷീണം തട്ടിത്തുടങ്ങിയോ? കർത്താവിന് നിങ്ങളോടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പൊ ഈ ചെറു ബാലിക പറഞ്ഞു, ഒന്ന് അവിടെ വരെ ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ചെന്നവർക്കെല്ലാം, നയമാൻ ചെന്ന് കണ്ടവർക്കാർക്കും കുഷ്ഠത്തിന്റെ മുറിവ് പൊറുപ്പിച്ചു കൊടുക്കാൻ കഴിയും. പാടുമാറുന്ന ആർക്കും ഉറപ്പില്ല. ഇത് പൂർണ്ണമായിട്ടും ഞാൻ മാറ്റിത്തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ കയ്യിൽ നിലവിലുള്ള ഔഷധം കൊടുക്കാം. നിങ്ങൾ കുറെ ഉള്ളിൽ കഴിക്കൂ, കുറെ പുറത്തു പുരട്ടു. പക്ഷെ മാറുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ബോഡിയുടെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇവിടെ വരൂ, ഞാൻ പാട് മാറ്റിത്തരാം എന്നൊന്നും പറഞ്ഞ് ഒരു വൈദ്യന്മാരും ആരെയും വിളിക്കാറില്ല. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താം. ഒരു പേഷ്യന്റ് നടുവേദനയായിട്ട് ഒരിടത്ത് പോയപ്പോ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, സാർ ഈ നടുവേദന ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ഈ ഒരു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട്? അപ്പോൾ പറഞ്ഞു, അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനെ ഈ പെയിൻ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഒരിക്കലും അത് ഡിസ്ക് പ്രൊലാപ്സ് ആയ ഒരു കേസാണ്. ഡിസ്ക് ബാൾജിങ്ങും ഡിസ്ക് പ്രൊലാപ്സ് ആയ ഒരു കേസാണ്. അപ്പൊ അന്നേരം പറഞ്ഞതാണ്, അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ സർജറി ചെയ്യണം. സർജറി ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് അതിനകത്ത്
സമയത്ത് പരിമിതികളുണ്ട്. അപ്പം അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇയാളിപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മതിയാകും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഒന്ന് ഒരുവിധം മേക്കപ്പ് ചെയ്തു തരാം, ബാക്കി നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കുക എന്നാണ് പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പൊ പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്ന് പറയുന്ന, ഞാൻ 100% ഉറപ്പ് പറയുന്നു, മാറ്റിത്തരാം. അങ്ങനെ പറയാൻ കഴിയുന്ന വൈദ്യന്മാരുണ്ടോ, ഡോക്ടർമാരുണ്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുവിധപ്പെട്ട ഡോക്ടർമാരെല്ലാം പകുതി ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതുപോലെ, എത്ര വലിയ പേരെടുത്ത ലീഡിംഗ് സർജൻ ആണെങ്കിലും ആ മനുഷ്യൻ ഒരു രോഗിയെ ശസ്ത്രക്രിയ ചെയ്യാൻ എടുക്കുമ്പോൾ, ദൈവവിശ്വാസമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് ആ മനുഷ്യൻ ദൈവത്തോട് സമർപ്പിച്ചിട്ടേ അദ്ദേഹത്തിൻ്റെ സിസറിൽ കൈവെക്കത്തുള്ളൂ, അദ്ദേഹത്തിന്റെ ടൂൾസിൽ കൈവെക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ടീമും അതെ. നീ ദൈവവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല, അയാൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഇതിനകത്ത് ഒത്തിരിയും ഹെൽത്ത് സെക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആയിരിക്കും, അങ്ങനെ തന്നെയാണ്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടേ അവർ ടൂൾസിൽ കൈവെക്കത്തുള്ളൂ, അല്ലാത്തവരുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ശരി, അപ്പൊ എന്തായാലും ആര് 100% മാറ്റിത്തരാം, ഭേദം വരുത്താന്ന് പറയും, കുറെയൊക്കെ കുറച്ചു തരാന്ന് പറയും, പിന്നെ നിങ്ങൾ ബാക്കി നോക്കിക്കോണോ എന്ന് പറയും, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോണോ എന്ന് പറയും. മാറ്റിത്തരാം ഇതാരും പറയൂല. ഒരു മെഡിക്കൽ കമ്പനിയും പറയാറില്ല 100%. 99.9 ഇട്ടേക്കുന്നതാണ്. നമ്മൾ മേടിക്കുന്ന ചില സോപ്പിന്റെ പുറത്തിട്ടിട്ടുണ്ട് 99.9 ജേംസിനെയും കില്ല് ചെയ്യും. അപ്പൊ ബാക്കി ഒന്ന് എന്ത് ചെയ്യേ? ബാക്കി ഒന്നിരുന്ന് ബാക്കി പണി ചെയ്യട്ടെ എന്നോ? സ്തോത്രം. ഇതാണ് ലോകത്തിന്റെ ഉറപ്പ്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ഉറപ്പ് അതല്ല. ഞാൻ പറയുന്ന ദൈവത്തിന്റെ ഉറപ്പ് അതല്ല. ഞാൻ അറിഞ്ഞ കർത്താവിന്റെ ഉറപ്പ് അതല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പ് അതല്ല. ഈ പെൺകുട്ടി, ഈ ചെറുബാലിക പറയുന്ന വാക്കാണ്, അദ്ദേഹം ശമര്യ വരെ ഒന്ന് പോയെങ്കിൽ, ശമര്യ വരെ ഒന്ന് പോയാൽ മതി, ഏലീശ പ്രവാചകനെ ഒന്ന് കണ്ടെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഇന്ന് രാത്രിയിലും എനിക്ക് ഈ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഭാഗികമായിട്ടല്ല, പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ഭേദം തരാൻ എൻ്റെ കർത്താവിന് കഴിയും. അങ്ങോട്ട് വരുന്ന സമയത്ത് നേരെ ഇനിയിപ്പോൾ സമയം മുമ്പോട്ട് പോയി, ഞാൻ അങ്ങോട്ട് ഇനി അധികം എടുക്കുന്നില്ല. നേരെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ചെന്ന് കണ്ട് യജമാനനോട് ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. 5-ാമത്തെ വാക്യത്തിൽ അധികാരി നയമാൻ അനുവാദം കൊടുക്കുകയാണ്, പോയിട്ട് വരാൻ അനുവാദം കൊടുക്കുന്നു. ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് കൊടുത്ത് അദ്ദേഹത്തെ വെള്ളിയും പൊന്നും വജ്രവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ ഇസ്രായേലിലേക്ക് യാത്ര അയച്ചു. ഇസ്രായേലിൽ ചെന്നപ്പോൾ അവർ കരുതുന്നത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നയമാൻ വരുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല. നേരെ പുറത്ത് നിൽക്കുന്ന സമയം, പുറത്തു നിന്ന് നേരെ ഞാൻ ഇനി എലീശയുടെ അടുത്തേക്ക് വരികയാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എലീശയുടെ അടുത്തേക്ക് വരുമ്പോൾ അതിൽ എഴുത്തു കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി. കാരണം പെട്ടെന്ന് അങ്കലാപ്പിലായിപ്പോയി. എന്തിനാ നയമാൻ ഇവിടെ വന്നത്? പ്രശ്നം ഉണ്ടാക്കാനാണ്, നമ്മുടെ രാജ്യം വെട്ടിപ്പിടിക്കാനാണെന്നൊക്കെ കരുതിപ്പോയി. പക്ഷേ അങ്ങനല്ല. വസ്ത്രം കീറി, അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? ഈ വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. രാജാവ് ചിന്തിച്ചത് രാജാവിനോടാണ് പറയുന്നതെന്നാണ്. എന്നാൽ രാജാവിന്റെ രാജ്യത്തിൽ ഒരുവനെ ദൈവമാക്കിയിട്ടുണ്ട്, എലീശ. രാജാവ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, മരിപ്പിക്കേണ്ടതിനും ജീവിപ്പിക്കേണ്ടതിനും ഞാൻ ദൈവമോ? അപ്പൊ ദൈവത്തിന്റെ അധികാരത്തിൽ മാത്രം ഇരിക്കുന്നതും എന്നാൽ ദൈവത്തിന് സാധിക്കുന്നതും ദൈവത്തിന് മാത്രം പരമാധികാരമുള്ളതുമാകുന്ന ഒരു കാര്യമാണ് ഒരാളെ ജീവിപ്പിക്കാനും ഒരാളുടെ ജീവൻ എടുക്കാനും. മരിച്ചിരിക്കുന്ന അനുഭവത്തിൽ ജീവൻ വിളമ്പാനും
ജീവനോടിരുന്ന ഒരു വ്യക്തിയുടെ മരണത്തെ തടയാനും ഒരു വ്യക്തിയെ എന്നേക്കുമായി നീക്കം ചെയ്യാനും അധികാരമുള്ള, പരമാധികാരമുള്ള ദൈവമാണോ ഈ ഭൂമിയിലെ രാജാവായ ഞാൻ എന്നാണ് രാജാവ് ചോദിച്ചത്. അതിനകത്തും സഭയ്ക്കൊരു ദൂതുണ്ട്. ദൈവത്തിന് നീ നിവേദനം കൊടുത്താൽ, മനുഷ്യന് കൊടുത്തതുപോലത്തെ നിവേദനം നീ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ, മനുഷ്യനിൽ നീ വെച്ചതുപോലത്തെ ആശ്രയം ദൈവത്തിൽ വെച്ചാൽ, മനുഷ്യനിൽ വിശ്വസിച്ചതുപോലുള്ള വിശ്വാസം ദൈവത്തിൽ വിശ്വസിച്ചാൽ, അവന് നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കൊണ്ടുവരുവാൻ കഴിയും. ഇതാണ് രാജാവ് തന്നെ പറഞ്ഞത്. ഇസ്രായേൽ രാജാവ് തന്നെ പറഞ്ഞത് ഇതാണ്: ഒരുവനെ മരിപ്പിക്കാനും മരിച്ചവനെ ഉയർക്കാനും ഒരുവനെ രോഗിയാക്കാനും ഒരുവന്റെ രോഗം എടുത്തു മാറ്റാനും കഴിയുന്നത് ഒരേ ഒരുവനേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമാണ്. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇത് കേവലം ഒരു പ്രസംഗമല്ല, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് കേവലം ഒരു സന്ദേശമല്ല, ഇത് നിങ്ങൾക്കുള്ള ഒരു തുറന്നെടുക്കാനുള്ള ഒരു താക്കോലാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. Glory to Jesus. തകർന്നവനെ പണിയുന്ന ദൈവം. ആമേൻ. നോക്കുവിൻ, അവൻ ഇതിലാൽ എന്നോട് ശണ്ഠയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ രാജു വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, അവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇതിനകത്തെല്ലാം യേശുവിന്റെ ഒരു മൊഴി മറഞ്ഞു കിടപ്പുണ്ട്. അവൻ എന്റെ അടുക്കൽ വരട്ടെ. ഇതിനകത്തെല്ലാം യേശു, എനിക്കത് പറയാനുള്ള സമയമില്ല. ഇതിനകത്തെല്ലാം യേശുവിന്റെ ഒരു 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 ഭാഷാ ശൈലി ഇങ്ങനെ മറഞ്ഞൊഴുകി കിടപ്പുണ്ട് അതിനകത്ത്. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ. ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ ആരെങ്കിലും ഈ മനുഷ്യരുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തിട്ട് പോകേണ്ടവന്റെ അരികിലേക്ക് പോകാൻ നിങ്ങൾ ഇനി തയ്യാർ? വിശ്വാസത്തിൽ മടുപ്പില്ലെങ്കിൽ, ഈ ദൂതിന് നിങ്ങൾ ആമേൻ പറയാന്നുണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ, എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് എലീശ പറയുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞത് കർത്താവായ യേശുവാണ്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് ആവശ്യബോധത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ദൂത് തൊടുകയുള്ളൂ. ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിന് മറുപടി കിട്ടിയേ പറ്റുള്ളൂ കർത്താവേ എന്ന് പറയുന്നവർക്കേ ഈ സന്ദേശം തൊടുകയുള്ളൂ. എൻ്റെ അടുക്കൽ വരട്ടെ. ചുരുക്കി പറഞ്ഞാൽ, രാജാവ് വിചാരിച്ചാൽ ജീവൻ എടുക്കാൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ ആധാർ റദ്ദ് ചെയ്യാൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ തൊഴിലില്ലായ്മ വരുത്താൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ രാജ്യത്തിന്റെ ഫുഡ് സപ്ലൈ നിർത്താൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ കറൻസി ഡിമോണിറ്റൈസ് ചെയ്യാൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ ഒരു വ്യക്തിയെ ഉയർത്താൻ പറ്റും, രാജാവ് വിചാരിച്ചാൽ ഒരു വ്യക്തിയെ താഴ്ത്താൻ പറ്റും. പക്ഷേ ദൈവം ചെയ്യുന്നതും ദൈവ പുരുഷൻ ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യിക്കാനോ പറ്റുകയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ രാജാവിന്റെ അടുത്തല്ല നിവേദനം പോകേണ്ടത്, അത് തന്നെ പോകേണ്ടടുത്താണ് നിവേദനം പോകേണ്ടത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞേ, എന്റെ ദൈവത്തിന്റെ പരമാധികാരത്തിനകത്തേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു നിവേദനം കൊടുക്കാൻ തയ്യാറായാൽ അവന് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയവുമില്ല. എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വരട്ടെ. അടുത്തത് നയമാനെ താഴ്മയുടെയും എളിമയുടെയും പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽ ശമര്യയിലേക്ക് അയച്ച എൻ്റെ കർത്താവിൻ്റെ മുഖമാണ് കാണാൻ പോകുന്നത്. നയമാൻ ആള് സന്തോഷം എന്നൊക്കെ തന്നെയാണ് പേര്, ആനന്ദം എന്നൊക്കെ തന്നെയാണ് പേര്. ആള് ഭയങ്കര പരാക്രമശാലിയാണ്, മഹാനാണ്, മാന്യനാണ്, എല്ലാമാണെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ പഠിക്കേണ്ട ഒന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ പഠിക്കേണ്ട ഒന്ന് താഴ്മ. താഴ്മ. മനുഷ്യന്റെ പദവികൾ ദൈവത്തിന്റെ പദവികളെക്കാൾ അത്ര വലുതല്ല എന്ന് പഠിക്കണമായിരുന്നു നയമാൻ. മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന്റെ ബുദ്ധിയേക്കാൾ വലുതല്ല എന്ന് പഠിക്കണമായിരുന്നു നയമാൻ. മനുഷ്യന്റെ ചിന്തകൾ ദൈവത്തിന്റെ രീതി പോലെ അല്ല എന്ന് പഠിക്കണമായിരുന്നു നയമാൻ. അപ്പൊ അതുകൊണ്ട് നയമാൻ കരുതിയത് ഇങ്ങനെയാണ്:
ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ട് അപ്പോ 8-ാമത്തെ വാക്യം, അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലീശയുടെ വീട്ടുവാതിൽക്കൽ ചെന്നു. ഏലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. കേട്ടെ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർ ക്രുദ്ധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നയമാനും ക്രുദ്ധിച്ചു, ദേഷ്യം വന്നു നയമാന്. അപ്പൊ പറഞ്ഞു, അവൻ തന്നെ, കേട്ടോണേ നിങ്ങൾ, നമ്മുടെ ചിന്തയാണ് ഈ പറയുന്നത്. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിൻ്റെ മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ച എന്താ? എലീശ നയമാൻ വന്നു എന്ന് പറയുമ്പോ എടുത്തു ചാടി ഓടി വന്ന് ഭൂമിയോളം കുനിഞ്ഞ് പാദത്തിൽ മുത്തി കുമ്പിട്ട് നയമാനെ വന്ദനമെന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് പിടിച്ചു കുലുക്കി ആട്ടി യേശുവിന്റെ നാമത്തിൽ ഈ മനുഷ്യന്റെ മേലുള്ള ബാധ ഒഴിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആക്കി കൈയിട്ട് ആട്ടി തന്റെ കുഷ്ഠത്തെ എടുത്തോണ്ട് പോകും എന്ന് നയമാൻ വിചാരിച്ചു. നമുക്കും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ദൂത് പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞില്ലെങ്കിൽ ക്രുദ്ധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ ക്രുദ്ധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവചനം വന്നില്ലെങ്കിൽ ക്രുദ്ധിക്കും. നമുക്ക് സുഖം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദൈവാലോചന എന്ന് പറഞ്ഞിപ്പോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ക്രുദ്ധിക്കും. എന്നാൽ എന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ രീതികൾ, എന്റെ തീരുമാനങ്ങളല്ല ദൈവത്തിന്റെ പദ്ധതികൾ, എന്റെ ആലോചനകളല്ല ദൈവത്തിന്റെ രീതികൾ. കൈ ആട്ടി യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നയമാനെ ശുദ്ധമാകുക എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ വിചാരങ്ങൾ മാറിയാലേ കർത്താവിന്റെ രീതി എന്നതാന്ന് വെളിപ്പെടുത്തും. ഏലീശ വന്നില്ല എന്ന് മാത്രമല്ല, ഏലീശ ഒരാളെ പറഞ്ഞു അയാളോട് യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങ്, രോഗം സൗഖ്യാവുന്നു. അപ്പൊ പരിഹസിക്കും പോലെ തോന്നി നയമാന്, പരിഹസിക്കും പോലെ തോന്നി. പക്ഷേ എലീശ ചിന്തിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. താഴ്മയുടെയും അനുസരണത്തിന്റെയും ഒരു പാഠം നയമാനെ പഠിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ വലിപ്പത്തെ ദൈവം ആദരിക്കുന്നില്ല എന്ന പാഠം എല്ലാ കാലത്തും മനുഷ്യൻ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മനുഷ്യന്റെ വലിപ്പമൊന്നും ദൈവത്തിനൊരു വിഷയമേ അല്ല. അപ്പോൾ ഉടൻ അദ്ദേഹം നയമാൻ പറഞ്ഞൊരു വാക്കിതാണ്, യോർദാനെ പോലെ ഒരു സ്ഥലത്ത് ചെന്ന് മുങ്ങിയാലേ എനിക്ക് സൗഖ്യം വരത്തുള്ളൂ. ഞാൻ വരുന്നത് എവിടുന്നാന്നുള്ളത് അവൻ അറിയത്തില്ലേ? ഞാൻ വരുന്നിടത്ത് ഏതെല്ലാം നദികളുണ്ട്, ഞാൻ വരുന്നിടത്ത് പർപ്പരുണ്ട്, ദമസ്കോസിലെ നദികളായ അബാനയുണ്ട്, ഇസ്രായേലിലെ എല്ലാ വെള്ളത്തെക്കാളും ശുദ്ധമാണോ ഈ ഏലീശ പറഞ്ഞ യോർദാൻ എന്നൊരു ചോദ്യമാണ് ചോദിച്ചേ. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇയാൾ ആരാ ഇതൊക്കെ എന്നോട് പറയാൻ? ഇയാളെക്കാൾ വലിയ ദൈവദാസൻ എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഇയാളെക്കാൾ പേരെടുത്തതും ശുശ്രൂഷയുള്ളതുമായ വ്യക്തി എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ദൈവം എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ചില സമയം ക്രുദ്ധിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ രീതികൾ, നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ രീതികൾ. ദൈവത്തിന് ദൈവത്തിൻ്റെതായ രീതിയുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ ശരിയുണ്ട്. ആ ശരി മനുഷ്യൻ അറിഞ്ഞാൽ മനുഷ്യനും പറയും അത് ശരിയാണ്. നമ്മുടെ അനീതി അല്ല ദൈവത്തിന്റെ നീതി, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതികൾ. അദ്ദേഹം ചെന്നു, അതിന് ഹേമ എന്നൊരു പേരാണ് കിടക്കുന്നത്. ഹേമ എബ്രായ പദമാണ്. ആകെ ചൂട് കയറി ഈ വാക്ക് കേട്ടപ്പോ, കോപം, കടുത്ത നീരസം, കടുത്ത അമർഷം, വെറുപ്പ്, ക്രോധം, വൈകാരിക ക്ഷോഭമുണ്ടാകുന്ന നിലയിൽ നയമാൻ മാറി. ദൈവമക്കളെ, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്
അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മെ താഴ്മ പഠിപ്പിക്കാൻ, അതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, 6 പ്രാവശ്യം മുങ്ങിയിട്ടും ഒരു വ്യത്യാസവും ഇല്ല. 7-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ ബാലന്റെ ദേഹം പോലെ നയമാന്റെ ശരീരത്തിന്റെ കുഷ്ഠം അമർന്നു എന്നല്ല, മാഞ്ഞേ പോയി. തേജസ്സുള്ള ശരീരമായി മാറി, പുതുക്കിയ സ്കിന്നായി മാറി, നിറം മാറി. ഈ നിറം തൻ്റെ ശരീരത്തിൽ വികൃതമാക്കുന്ന കുഷ്ഠത്തിന്റെ മുറിവുകൾ മാറിയതോടൊപ്പം തൻ്റെ ചിന്താ മണ്ഡലങ്ങൾക്കകത്ത് അടിഞ്ഞുകൂടിക്കിടന്ന അമർഷവും കോപവും വിദ്വേഷവും ഞാനെന്ന ഭാവവും അഹങ്കാരവും എല്ലാ കൊഴുപ്പും തൻ്റെ തലയിൽ നിന്നും കൂടെ മാറി ശരീരം തിളങ്ങിയതുപോലെ മനസ്സും കൂടെ പുതുക്കപ്പെട്ട് ഇസ്രായേലിൽ ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് ആ നയമാൻ സാക്ഷിയാകുകയും യജമാനന്റെ മിഥ്യാമൂർത്തികളെ സേവിക്കാൻ ഇനി എന്നെ നിർബന്ധിക്കരുത് എന്ന് തൻ്റെ യജമാനനോട് അപേക്ഷിക്കത്തക്ക വിധത്തിൽ മനസ്സിന്റെ മുറിവുകളും കൂടെ പൊറപ്പിച്ച ദൈവമായ യോർദാനിൽ നിന്ന് നയമാനെ മടക്കി അയക്കുന്നത്. ദൈവമക്കളെ, എലീശ ഇപ്പൊ പുറത്തു വരും, എന്നെ ആശ്ലേഷിക്കും, എൻ്റെ മേത്ത് കൈവെക്കും, കൈ ഒന്ന് ഇങ്ങനെ ആട്ടും, എന്നിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് പോവും എന്നൊക്കെ കരുതിയ മുൻവിധിയോടെ നിന്ന നയമാന്റെ ചിന്തകൾ മാറിയതുപോലെ നമ്മുടെ ചിന്തകൾക്കകത്തും മനോഭാവങ്ങൾക്കകത്തും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സൗഖ്യങ്ങൾ വെളിപ്പെടുന്നത്. ഏതൊരവസ്ഥയുമാകട്ടെ, കർത്താവിന് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിയും. ദൈവവചനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. അതാ പറഞ്ഞ, എലീശ എന്നൊരു വ്യക്തി പോലും പുറത്തു വരേണ്ടി വരാതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് ആ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഈ സന്ദേശം താങ്കൾ വിവിധ രാജ്യങ്ങളിലിരുന്ന് വ്യത്യസ്ത ടൈം സോണുകളിലായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും ദൈവത്തിന് ആ പ്രവൃത്തി ചെയ്തെടുക്കാൻ കഴിയും. മരിക്കാനും മരിച്ചവനെ ഉയർപ്പിക്കാനും സൗഖ്യമാക്കാനും ഒക്കെ ഞാൻ ദൈവമോ എന്ന് ചോദിച്ച ഇസ്രായേൽ രാജാവ് പോലും നമ്മോട് പറയുന്ന ഇതാണ്: ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന്. ഇത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെക്കുറിച്ചായിരിക്കാം പരിശുദ്ധാത്മാവ് സംസാരിച്ച്, ആർക്കും പൊറുപ്പിക്കാൻ കഴിയാത്തതും. നമ്മൾ വിചാരിച്ചു പുള്ളി വന്ന് ഇപ്പം അതങ്ങ് പറിച്ചെടുത്തോണ്ട് പോകും, ഇപ്പം പുള്ളി അതിനെ അങ്ങ് ഹീൽ ചെയ്യിക്കും, ഇപ്പം അങ്ങ് ശരിയാക്കി കളയും എന്നൊക്കെ നമ്മൾ കരുതി. എന്നാൽ അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. കർത്താവ് അടുത്തൊരു ലെസൺ നമ്മളെ പഠിപ്പിച്ചതാണ്. അടുത്തൊരു ലെസൺ നമ്മളെ കർത്താവ് പഠിപ്പിച്ചതാണ്. അത് പഠിക്കണമായിരുന്നു നയമാൻ. നയമാൻ മഹാനായിരിക്കും മനുഷ്യന്, നയമാൻ പരാക്രമശാലിയായിരിക്കും മനുഷ്യന്, നയമാൻ ധീരനായിരിക്കും മനുഷ്യന്. എന്നാൽ ദൈവസന്നിധിയിൽ നയമാന് വേണ്ടത്ര സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ഭയങ്കര ധനാഢ്യനായിരിക്കാം, റിച്ച് ആയിരിക്കാം, ഭയങ്കര ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള വില ശൂന്യമാണെങ്കിൽ, ആ ചെറിയ ബാലിക പറയുന്ന പോലെ, ആ ചെറിയ പെൺകുട്ടി പറയുന്ന പോലെ, ശമര്യ വരെ ഒന്ന് ചെന്നെങ്കിൽ, എലീശ പറയുന്ന പോലെ അവൻ എൻ്റെ അടുക്കലൊന്ന് വന്നെങ്കിൽ, ഇത് ദൈവം പറയുന്നതാ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആഗ്രഹിക്കുന്നതും ഈ ആലോചന അറിയിക്കുകയും ചെയ്യുന്നതാ. അവളൊന്നാകേണ്ട പോലെ ആയെങ്കിൽ, അവളൊന്ന് തിരുത്തപ്പെടേണ്ട പോലെ തിരുത്തപ്പെട്ടെങ്കിൽ, ഇവളൊന്ന് മാറാനൊന്ന് തീരുമാനിച്ചെങ്കിൽ, ഇവനൊന്ന് ഒരു തീരുമാനം എടുത്തെങ്കിൽ, ഇവൻ ഇനിയൊന്ന് തയ്യാറായിരുന്നെങ്കിൽ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇന്നത് ചെയ്യാൻ പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതവും ഒരു നയമാന്റെ ജീവിതം മാറിയതുപോലെ നമ്മുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ത്വക്കുകളെ പുതുക്കിയതുപോലെ, തേജസ് കൊണ്ട് നിറച്ചതുപോലെ, വെണ്മയുള്ളതാക്കി തീർത്തതുപോലെ കർത്താവിന് നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ കഴിയും. അത് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഈ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവം
അതുപോലെ ഒരു പുതുക്കിയ അനുഭവം ചെയ്യും. എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവം എത്ര പഴകിയതോ ആയിക്കോട്ടെ, എത്ര കാലം പഴക്കമുള്ള രോഗമാണെങ്കിലും വിഷയങ്ങളാണെങ്കിലും എൻ്റെ ദൈവത്തിന് അത് പരിഹരിക്കാൻ നിഷ്പ്രയാസം കഴിയും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് അത് പരിഹരിക്കാം. ഒന്ന് അവിടം വരെ ചെന്നെങ്കിൽ, തൊടേണ്ടവനെ ഒന്ന് തൊട്ടെങ്കിൽ, കാണേണ്ടവനെ ഒന്ന് കണ്ടെങ്കിൽ, ഇന്ന് ആ അവസ്ഥയിൽ ഇനി ഞാൻ ആരെയാണ് തൊടേണ്ടതെന്നും, ഇനി ഞാൻ ആരെയാണ് പോയി കാണേണ്ടതെന്നും, അല്ല ഇനി ഞാൻ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്നും, ഇനി ഞാൻ ആരോടാണ് ആലോചന ചോദിക്കേണ്ടതെന്നും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ പറയുന്നു, ഇനിയും ഇസ്രായേലിൽ ഒരുവൻ ശേഷിപ്പുണ്ട്. നീ എല്ലായിടവും ചെന്നു, പക്ഷെ നീ മിസ് ചെയ്ത ഒരിടമുണ്ട്. കമോൺ, ദൈവാത്മാവ് പറയുന്നു, നീ എല്ലാം ചെയ്യുന്നു, പക്ഷെ നീ മിസ് ചെയ്യുന്ന ഒന്നുണ്ട്. അതെന്താന്ന് അവനവൻ തന്നെ ദൈവത്തോട് ചോദിക്കുക. മോളെ, നീ എല്ലാ മീറ്റിങ്ങിനും അറ്റൻഡ് ചെയ്യുന്നു, നീ എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കുന്നു, പക്ഷെ നീ മിസ് ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്. നീ എല്ലാറ്റിനും വില കൽപ്പിക്കുന്നു, നീ എല്ലാറ്റിനെയും വിലയുള്ളതായി കാണുന്നു, പക്ഷെ നീ ഇപ്പോഴും വേണ്ടത്ര വില കൊടുക്കാത്ത എന്തോ ഒരു ചാപ്റ്റർ ഉണ്ട്. നീ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരിക്കുമ്പോൾ തന്നെ, നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരിക്കുമ്പോൾ തന്നെ, നീ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരിക്കുമ്പോൾ തന്നെ നീ മിസ് ചെയ്യുന്ന ഒന്നുണ്ട്. ആ ഒന്ന് എന്താണ്? ആ ചെറിയ ബാലികയ്ക്ക് വെളിപ്പെട്ടു, ആ ചെറിയ പെൺകുട്ടിക്ക് വെളിപ്പെട്ടു, ഇവനെല്ലാം ചെയ്യുന്നു, പക്ഷെ ചെയ്യേണ്ട ഒന്ന് ഇവൻ ചെയ്യുന്നില്ല. കർത്താവിന് ആരോടോ വളരെ ഹൃദ്യമായി ഈ ആലോചന ഇടുകയാണ് അവരുടെ ഉള്ളത്തിൽ. കമോൺ, ഇന്ന് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞാൻ എന്താണ് മിസ് ചെയ്യുന്നത്? ഞാൻ എവിടെയാണ് ഇനി നിരപ്പ് പ്രാപിക്കേണ്ടത്? ഞാൻ എവിടെയാണ് ഇനി രൂപാന്തരപ്പെടേണ്ടത്? ഞാൻ എവിടെയാണ് ഇനി മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കേണ്ടത്? ഞാൻ എവിടെയാണ് ഇനി മടങ്ങി വരേണ്ടത്? ഞാൻ ഏത് മേഖലയിലാണ് കർത്താവേ ഇനിയും കറക്റ്റ് ചെയ്യപ്പെടേണ്ടത്? ഞാൻ കരുതി ഞാൻ ഇത്രയൊക്കെ ചെയ്തത് കൊണ്ട് കർത്താവ് ഇങ്ങനെയൊക്കെ എൻ്റെ വിഷയത്തെ വന്ന് എടുത്തോണ്ട് പോകും, എടുത്തു മാറ്റും, എടുത്തു കളയും വിചാരിച്ചു. ഒരു യോർദാൻ വരെ തിരിഞ്ഞുപോയി മുങ്ങി പൊങ്ങി വരേണ്ട ഒരവസ്ഥ എനിക്കുണ്ട് എന്ന് നയമാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതൊരു സ്നാനമല്ലേ? ആ യോർദാനിൽ മുങ്ങിപ്പൊങ്ങിയതൊരു സ്നാനമല്ലേ? ഞാൻ എല്ലാം ചെയ്തു, എന്നാൽ ഞാൻ ചെയ്യേണ്ട ഒന്ന് ഞാൻ ഇനിയും ചെയ്യാനുണ്ടോ? ഞാൻ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പ്രമാണിച്ചു, പ്രധാന കൽപ്പനയാകുന്ന സ്നാനം ഞാൻ ഇനിയും ചെയ്യാതിരിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ്, എന്നാൽ ഞാൻ ദൈവത്തിന്റെ പ്രധാന കൽപ്പനയ്ക്ക് ഞാൻ മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ? നിന്റെ എല്ലാ കുഷ്ഠത്തിന്റെ അനുഭവങ്ങളും, എല്ലാ നീറുന്ന അനുഭവങ്ങളും എടുത്തു മാറ്റാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇന്നും വിശ്വസ്തനാണ്, ഇന്നും വിശ്വസ്തനാണ്.
പ്രൈസ് ഗോഡ്. നമുക്കെല്ലാവർക്കും പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. നല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് കേട്ട എല്ലാ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ കീഴിൽ ഇത്രയും സമയം ഈ ജനത്തെ ആക്കിയിരുന്നുവല്ലോ. ദൈവമേ, അവിടുന്ന് ഈ ജനത്തോട് സംസാരിച്ചതിനായി, ശക്തീകരിച്ചതിനായി, ദൈവിക വിടുതൽ ഇവരുടെ മേൽ അവിടുന്ന് പകർന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം ഇവരെ രൂപാന്തരപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ സഭയ്ക്ക് ഒന്നടങ്കം ഈ വചനം ഒരു അനുഗ്രഹമാക്കി മാറ്റിയതിനായി സ്തോത്രം. കർത്താവെ, വലിയൊരു ദൈവപ്രവൃത്തി ഈ സന്ദേശത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അവിടുന്ന് അതിന് വിശ്വസ്തനാകുന്നുവല്ലോ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇന്ന് യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഇതുപോലെ വിണ്ട് കീറുന്ന, വെന്ത് നീറുന്ന അനുഭവങ്ങളിലായിരിക്കുന്നുവെങ്കിൽ അവരെ കർത്താവെ ഇപ്പോൾ ആ സ്വർഗീയ എണ്ണ വെച്ച് കെട്ടി അവരെ സൗഖ്യമാക്കണമേ, പൊറുതി വരുത്തണമേ. മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇന്ന് കേട്ട സന്ദേശത്തോടും ഈ കൂട്ടായ്മയിലായിരുന്ന എല്ലാ ദൈവജനത്തോടും സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.